ഹായ്. ADGP MR അജിത് കുമാറിനെയും സ്വർണ്ണക്കടത്ത് സംഘങ്ങളുടെയും പേരിൽ PV അൻവർ MLA ആരോപണം ഉന്നയിച്ചതിലൂടെ വിവാദമായ കോഴിക്കോട് മാമി തിരോധാന കേസിന്റെ ദുരൂഹതകൾ തുടരുകയാണ്. ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തതിന് പിന്നാലെ മാമിയുടെ ഡ്രൈവർ എലത്തൂർ സ്വദേശി രജിത് കുമാറിനെയും ഭാര്യ തുഷാരയെയും കാണാതായി. ഇന്നലെ മുതലാണ് രജിത്തിനെയും ഭാര്യയെയും കാണാതാകുന്നത്. ഇവർ നഗരത്തിലെ ഒരു ഹോട്ടലിൽ മുറിയെടുത്തിരുന്നു എന്ന് പോലീസ് കണ്ടെത്തി. നടക്കാവ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച് ക്രൈംബ്രാഞ്ച് പരിശോധനയും നടത്തി. കോടീശ്വരനായ റിയൽ എസ്റ്റേറ്റുകാരനായ മാമിയുടെ തിരോധാനത്തിൽ കാര്യമായ പങ്ക് ഡ്രൈവർ രജിത്തിനുണ്ട് എന്ന് ക്രൈംബ്രാഞ്ച് സംഘം സംശയിച്ചു. ഇനിയും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുണ്ട്. രജിത്തിന്റെ കാണാതാകൽ വീണ്ടും സംശയം തുടർത്തുന്നു. 2023 ഓഗസ്റ്റ് 21 രാത്രി 7 മണിക്ക് അരയിടത്ത് പാലം ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകാനായി ഇറങ്ങിയതാണ് മുഹമ്മദ് ആട്ടൂർ എന്ന മാമി. ഇതിനിടെ എത്താൻ വൈകുമെന്ന് ഭാര്യയുടെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചു. പിന്നീട് ഒരു വിവരവുമില്ല. ഇതോടെ പോലീസിനും പിന്നീട് മുഖ്യമന്ത്രിക്കും ആക്ഷൻ കമ്മിറ്റി പരാതി നൽകുകയായിരുന്നു. എന്നിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. എന്നാൽ കഴിഞ്ഞ വർഷം ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കോഴിക്കോട്ടെ മാമിയുടെ തിരോധാനം പരാമർശിച്ചിരുന്നു. ADGP MR അജിത് കുമാർ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ടെന്ന്, അദ്ദേഹത്തിന്റെ റോൾ മോഡൽ ദാവൂദ് ഇബ്രാഹിം ആണ് എന്ന് സംശയിച്ചു പോകുമെന്നും അൻവർ പറയുന്നു. SP സുജിത് ദാസിന് കസ്റ്റംസിലുള്ള ബന്ധം ഉപയോഗിച്ചിട്ടാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണം കടത്താൻ ഉപയോഗിക്കുന്നതെന്നും അൻവർ കൂട്ടിച്ചേർത്തു. ഈ വെളിപ്പെടുത്തലോടുകൂടിയാണ് മാമിയുടെ തിരോധാനം വലിയ ചർച്ചയാകുന്നത്. ഇതോടെയാണ് വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നത്. അന്വേഷണം മുമ്പോട്ട് പോകുകയും ചെയ്തത്. ഇതിനിടയിൽ ദീർഘനാളത്തെ അന്വേഷണത്തിന് ശേഷം കേസിൽ വഴിത്തിരിവുണ്ടായി എന്ന സൂചന ക്രൈംബ്രാഞ്ചിൽ നിന്ന് ലഭിച്ചിരുന്നു. കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒരുപോലെ തന്നെ മറച്ചു വയ്ക്കപ്പെടുകയും മാമിയുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നവർ പോലും അന്വേഷണം വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചിട്ടും ഏറെ പ്രയാസപ്പെട്ടാണ് ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോയത്. മാമിക്ക് എന്താണ് പറ്റിയത് എന്നത് സംബന്ധിച്ച് അന്വേഷണ സംഘത്തിന് കൃത്യമായിട്ടുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ വൈകാതെ തന്നെ പുറത്തു വരുമെന്നാണ് അറിയുന്നത്. സംഭവത്തിൽ ഒരു 150ഓളം ആളുകളെ ചോദ്യം ചെയ്തു. 250ഓളം എന്നും പറയപ്പെടുന്നുണ്ട്. കോടികൾ ആസ്തിയുണ്ട് എന്ന് പറയപ്പെടുന്ന മാമിക്ക് 4 ഭാര്യമാരുണ്ട്. പക്ഷെ ഇവരൊക്കെ പരസ്പര വിരുദ്ധമായ മൊഴിയാണ് നൽകിയത്. മാമിയുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നവരിൽ പലരും കേസ് അന്വേഷണം വഴിതിരിച്ചു വിടാനുള്ള ശ്രമം നടത്തിയതായും സംശയിക്കുന്നു. മാമി കേസിൽ ആത്മാർത്ഥതയുള്ളത് സഹോദരിക്ക് മാത്രമാണ് എന്നും അറിയുന്നുണ്ട്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു സാധാരണ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ മാത്രമായിരുന്നു മാമി. അധികമാരോടും സംസാരിക്കാതെ സ്വന്തം കാര്യം നോക്കിപ്പോകുന്ന ഒരു മനുഷ്യനെന്നാണ് നാട്ടുകാർ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. പക്ഷെ മാമിക്ക് ഉന്നത തരത്തിലുള്ള പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹം അറിയാതെ കോഴിക്കോട് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും നടക്കില്ല എന്നാണ് അറിയുന്നത്. ആഡംബര വാഹനങ്ങളുടെ വിൽപ്പന, ഹോൾസെയിലായി ഈ കടപ്പ മാർബിൾ കച്ചവടം, സ്വർണ്ണ വ്യാപാരം തുടങ്ങിയ നിരവധി കാര്യങ്ങളുമായി കോഴിക്കോട് മുതൽ മുംബൈ വരെ നീണ്ടുകിടക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ശൃംഖല എന്നാണ് അറിയുന്നത്. അതേസമയം ബിസിനസ്സിൽ അങ്ങേയറ്റം സത്യസന്ധനുമായിരുന്നു മാമി എന്ന് സുഹൃത്തുക്കൾ പറയുന്നു. കോഴിക്കോട്ടെ ഒരു ഷോപ്പിംഗ് മാളിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് കോടികളുടെ ഇടപാട് മാമി നടത്തിയതായി പറയുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി കമ്മീഷൻ തർക്കത്തിന്റെ പേരിൽ ചില ശത്രുതയും മാമിക്കുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇവരാണോ അദ്ദേഹത്തിന്റെ തിരോധാനത്തിന് പിന്നിലെന്ന് സംശയം ഉയർന്നിട്ടുണ്ട്. ഈ വഴിക്കും അന്വേഷണം പുരോഗമിക്കുന്നു. അതുപോലെ മറ്റു പലരുടെയും ബിനാമിയാണോ മാമി എന്നും സംശയമുണ്ട്. സുഹൃത്തുക്കളും ഇടപാടുകാരും ഒക്കെ പല രീതിയിലാണ് മാമിയെക്കുറിച്ച് മൊഴി കൊടുത്തിട്ടുള്ളത്. ജ്വല്ലറികൾക്ക് സ്വർണം സപ്ലൈ ചെയ്യുന്ന കമ്മീഷൻ ഏജന്റായി മാമി പ്രവർത്തിച്ചിരുന്നു. ഇതുവഴിയാണ് അദ്ദേഹത്തിന് PV അൻവർ പറയുന്നത് പോലെ സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധം വരുന്നതെന്നും പറഞ്ഞു കേൾക്കുന്നു. സ്വർണ്ണ ബിസിനസ്സിനിടയിൽ പല തർക്കങ്ങളും മാമി ഇടപെട്ടാണ് പരിഹരിച്ചിരുന്നത് അത്രേ. ഇതിനിടയിലാണ് കോഴിക്കോട് ഒരു 100 കിലോ സ്വർണം കാണാതായി എന്ന അഭ്യൂഹം പരക്കുന്നത്. ഇതും ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നുണ്ട്. ഹൈദരാബാദ് അടക്കമുള്ള സ്ഥലങ്ങളിലും ഊർജിതമായി അന്വേഷണം നടക്കുന്നുണ്ട്. ഹൈദരാബാദിൽ വെച്ച് ചില നിർണായകമായ സംഭവങ്ങൾ ഉണ്ടായെന്നും ക്രൈംബ്രാഞ്ചിന് സൂചനയുണ്ട്.